പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ കാണണം, അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതൊന്നും ശരിയാവില്ല രുക്കു. ഞാൻ വീട്ടില, അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാം. അപ്പോ പ്രശ്നം തീർന്നില്ലേ? രുക്കു, നീ ആവശ്യമില്ലാത്ത തമാശ കളിക്കാൻ നിൽക്കല്ലേ, കാര്യങ്ങൾ കൈവിട്ടു പോവും. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്, എന്നെ കാണാൻ ഇങ്ങോട്ട് വരാൻ. ഇനിയും കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ ശരി, നീ ഒന്ന് വെയിറ്റ് ചെയ്, ഞാൻ വരാൻ കൂടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് അച്ചു. പക്ഷെ അച്ചുവിനെ കാണുന്ന അർച്ചനയാകട്ടെ, എങ്ങടാടാ നീ പോകുന്നേ? എന്തു പറ്റി ഇത്ര പെട്ടെന്ന് പോകാൻ? അത് പിന്നെ എനിക്കൊരാളെ കാണേണ്ടതുണ്ട്. ആളെ അത്യാവശ്യമായി കാണണം. വളരെ വലിയൊരു പുള്ളിയാ, അതുകൊണ്ടാ. ഓഹോ, നന്നായി. എനിക്കും അയാളെ ഒന്ന് കാണണമെന്നുണ്ട്. ഞാനും വരാം കൂടെ. നമുക്ക് ഒരുമിച്ച് പോകാം. അത് ശരിയാവില്ല. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ചേച്ചിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? അല്ല ചേച്ചി, ചേച്ചിക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ? ഇല്ല ഇല്ല, എനിക്ക് ചെയ്യാനൊന്നുമില്ല. വാ, നമുക്ക് പോകാം. ഇതോടെ രുക്കുവിനോട് വരണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അച്ചു. അതിനുള്ള സമയം കൊടുക്കാതെ അർച്ചന, വാടാ, എന്തിനാ ലേറ്റ് ആകുന്നേ? പെട്ടെന്ന് പോയി ആളെ കണ്ടിട്ട് വരാം എന്ന് പറയുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അവൻ. മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് പോകുന്നുവെങ്കിലും ഭാഗ്യം വീണ്ടും അച്ചുവിന്റെ കൂടെ നിന്നതിനെ തുടർന്ന് രുക്കുവിന് കൃത്യസമയത്ത് വരാൻ സാധിക്കുന്നില്ല. ഇതോടെ അയാൾ വന്നില്ല ചേച്ചി, എന്തായാലും തിരക്കൊക്കെയുള്ള ആളല്ലേ, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അച്ചു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.